heading electromagnetic plane wave. നമ്മൾ നേരത്തെ കൺസിഡർ ചെയ്ത പോലെ തന്നെ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ് കൺസിഡർ ചെയ്യുക. ആ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഇസഡ് ഡയറക്ഷനിലാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. This is Z direction, this is X direction, maybe this is Y direction. Then let this is the wave in Z direction. അപ്പം അതിന് തന്നെ പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു എക്സ് കമ്പോണന്റ് ഇങ്ങോട്ട് ഇതേ ഹൈറ്റിലുള്ള ഒരു എക്സ് കമ്പോണന്റ് ഇലക്ട്രിക് ഫീൽഡ് അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഇങ്ങോട്ട് ഈ ഡയറക്ഷനിൽ ഇങ്ങോട്ടൊരു മാഗ്നറ്റിക് ഫീൽഡ്. ഇതിന് മാക്സിമം എവിടെ കിട്ടണോ അവിടെ തന്നെ ആയിരിക്കും ഇതിന്റെ മാക്സിമം, ഇലക്ട്രിക് ഫീൽഡിന്റെ മാക്സിമം. അതുപോലെ തന്നെ ഇതിന്റെ മാക്സിമം എവിടെ കിട്ടുന്നോ അവിടെ തന്നെ ആയിരിക്കും അതിന്റെ മാഗ്നറ്റിക് ഫീൽഡിന്റെ മാക്സിമം. നീലേനെ ബി കൊണ്ടും റെഡിനെ ഇ കൊണ്ടും എഴുതി കഴിഞ്ഞാൽ ഈ പെർപെൻഡിക്കുലർ ടു ബി അല്ലേ? ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്നല്ലേ? പറഞ്ഞു തന്നാണ് ഇതെല്ലാം. ഐശ്വര്യ, ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഇസഡ് ഡയറക്ഷനിലാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും പെർപെൻഡിക്കുലർ ആയിരിക്കും അല്ലേടോ? അതെ സർ. അങ്ങനെയെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ എന്നാണ് എഴുതിയിരുന്നേ? ഈയുടെ ഇക്വേഷൻ പറഞ്ഞേ. E equal to E0 e raised to I into E equal to E0 e raised to I into Kz minus omega t. ഇനി എക്സ് ആക്സ് ആണ് ഇലക്ട്രിക് ഫീൽഡ് എങ്കിൽ നമ്മൾ അതിനെ ഇ എക്സ് എന്ന് എഴുതുക. അതിനെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് എഴുതുമ്പോഴത്തേന് ബി വൈ ഈക്വൽ ടു B0 e raised to I into Kz minus omega t എന്ന് എഴുതാം. ഇവിടം വരെയാ പറഞ്ഞു. ഇനി നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഒരു പ്ലെയിൻ വേവ് ആണ്. പ്ലെയിൻ വേവ് എന്ന് പറയുമ്പോൾ എങ്ങനെ ഇരിക്കും? ഒരു പ്ലെയിൻ മൂവ് ചെയ്യണം. ദാറ്റ് മീൻസ് ഇങ്ങനെ ഒരു പ്ലെയിൻ. ആ പ്ലെയിൻ വേവിന്റെ സെന്റർ ഇപ്പം ഈ പോയിന്റ് ആണെന്ന് ഇരിക്കട്ടെ. ശരിക്കും പറഞ്ഞാൽ വരയ്ക്കുമ്പോൾ അത് ഇച്ചിരി ചെരിച്ചു വരയ്ക്കണം, അല്ല ഞാൻ വേറെ രീതി വരച്ചു കാണിക്കാം. ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ അത് കുറച്ചും കൂടെ ഒരു പ്ലെയിൻ ആണെന്ന് തോന്നിയല്ലേ? ഇത് സെന്റർ ആയിക്കൊണ്ട് ഇങ്ങനെ നമ്മളുടെ വേവ് ഒരു പ്ലെയിൻ ആയിട്ട് മൂവ് ചെയ്യുക. ഏത് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്? അതായത് കൺസിഡർ എ സൈനുസോയിഡൽ വേവ്. അതായത് ദാറ്റ് മേ ബി സൈൻ ഫംഗ്ഷൻ, കൊസൈൻ ഫംഗ്ഷൻ ഓർ ഇ റേസ്ഡ് ഫംഗ്ഷൻ വിത്ത് ഫ്രീക്വൻസി ഒമേഗ. ടെക്സ്റ്റ് ബുക്ക് നമ്മൾ നേരത്തെ ഫ്രീക്വൻസി ന്യൂ എന്നാണ് പറഞ്ഞത്. ഇവിടെ ഫ്രീക്വൻസി ന്യൂ എന്ന് ഈ എസ്ഐയിൽ കൊടുത്തുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞാണ്. കൺഫ്യൂഷൻ ഒന്നും ആകാൻ പോകണ്ട. വിത്ത് ഫ്രീക്വൻസി ഒമേഗ. Suppose it moves in Z direction. ഈ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് Z ഡയറക്ഷനിൽ മൂവ് ചെയ്യുകയാണെന്ന് ഇരിക്കട്ടെ. ഇനി ഇങ്ങനെ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ് Z ഡയറക്ഷനിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ ഇഫ് this EMW propagate in Z direction,
comma. It has no dependence in x-axis and y-axis. Propagation x ഉം y ഉം ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ? ഇല്ല. z ആക്സിസിൽ മാത്രമേ പ്രൊപ്പഗേഷൻ ഉള്ളൂ. It does not depend x and y. ഇതിപ്പോ നിങ്ങൾക്ക് മനസ്സിലാവില്ല. കുറച്ച് കഴിയുമ്പം z ആക്സിസിലെ ഇലക്ട്രിക് ഫീൽഡും z ആക്സിസിലെ മാഗ്നറ്റിക് ഫീൽഡും എല്ലാം 0 ആണ് നമ്മൾ പ്രൂവ് ചെയ്ത് വരും. അപ്പൊ മനസ്സിലായിക്കോളും. ഇനി it does not depend x and y. അപ്പൊ നോക്കിയോ, ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് z ഡയറക്ഷനിൽ പോവാണ്. അതിന് എക്സ് വൈ ഡിപ്പെൻഡൻസ് ഇല്ല. ആൻഡ് ഇറ്റ് ഈസ് കൺസിഡർ ആസ് എ പ്ലെയിൻ വേവ്. എക്സ് വൈ ഡിപ്പെൻഡൻസ് ഇല്ലാതെ z ആക്സിസിൽ പോകുന്ന ഒരു പ്ലെയിൻ വേവ് നമ്മൾ കൺസിഡർ ചെയ്തു. അതിന്റെ ഫ്രീക്വൻസി എത്രയാന്നാ പറഞ്ഞത്? ആര്യ, ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്ത വേവിന്റെ ഫ്രീക്വൻസി എത്രയാണ്? ആര്യ ക്ലാസ്സിലില്ലേ? അർത്ഥന, വേവിന്റെ ഫ്രീക്വൻസി എത്രയാന്നാ പറഞ്ഞത്? ഹലോ സർ. ഫ്രീക്വൻസി എത്രയാന്നാ പറഞ്ഞത്? ഒമേഗ. അത് നമ്മൾ അങ്ങനെ അങ്ങ് എടുത്തേ ഉള്ളു കേട്ടോ, വേറെ ഒന്നും ചിന്തിക്കണ്ട. പ്രൊപ്പഗേറ്റ് ഇൻ z ഡയറക്ഷൻ ആൻഡ് ഇറ്റ് ഈസ് എ പ്ലെയിൻ വേവ്. ഇലക്ട്രോ മാഗ്നറ്റിക് പ്ലെയിൻ വേവ്. ചില ഹെഡിങ്ങുകളിൽ ഇലക്ട്രോ മാഗ്നറ്റിക് മോണോക്രോമാറ്റിക് പ്ലെയിൻ വേവ് എന്നാണ്. മോണോക്രോമാറ്റിക് എന്ന് പറഞ്ഞാൽ അപ്പൊ അതിന്റെ അർത്ഥം എന്നായിരിക്കും? മോണോക്രോമാറ്റിക് സോഴ്സ് ഓഫ് ലൈറ്റ് എന്ന് പറഞ്ഞ അർത്ഥം എന്നാ അശ്വതി? Monochromatic means that same wavelength. Okay, it has only one wavelength. അല്ലേ? അപ്പം സിംഗിൾ മോണോക്രോമാറ്റിക് പ്ലെയിൻ വേവ് എന്ന് ചോദിച്ചാലും ഇനി പഠിപ്പിക്കാൻ പോകുന്ന എസ് തന്നെ എഴുതണം. It has only one wavelength അല്ലെങ്കിൽ അത് ഒരു കളർ മാത്രമേ ഉള്ളൂ. So consider a sinusoidal wave with frequency omega. It's moving in z direction and it does not depend on x-axis and y-axis. Then we can just say as it is a plane wave. ഇനി നമ്മൾ എടുക്കുന്നത് നോക്കണം, നന്നായിട്ട് ശ്രദ്ധിച്ചോണം. കൺസിഡർ ദ z കമ്പോണന്റ് ഓഫ് E ആൻഡ് B. z ഡയറക്ഷനിലെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞേച്ച് z ഡയറക്ഷനിൽ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന അതിന്റെ z ഡയറക്ഷനിൽ ഇക്കും ബിക്കും കമ്പോണന്റ് ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞ് അസ്യൂം ചെയ്യാൻ പോവാണ്. കുറച്ച് കഴിയുമ്പോൾ z കമ്പോണന്റ് അതില്ല, 0 ആണെന്ന് മനസ്സിലായിക്കോളൂ. എന്നാലും നമുക്ക് ഇപ്പൊ എഴുതേണ്ട ആവശ്യമുണ്ട്. നമുക്ക് E ഓഫ് z ഇങ്ങനെ എഴുതാൻ പറ്റും. E0 e raised to I into kz minus omega t plus 5. ഒരു കാര്യം ഞാൻ kz മൈനസ് ഒമേഗ ടി വരെ എഴുതാം. എല്ലാത്തിനും 5 ഇട്ടാൽ പിന്നെ ഏറ്റവും അവസാനം നമുക്കൊരു 5 കൊടുക്കാം. അപ്പൊ ഇതിനെ ഞാനൊരു വെക്ടർ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാണ്. E equal to E of z is equal to e raised to I into kz minus omega. അങ്ങനെയെങ്കിൽ ബിയുടെ ഇക്വേഷൻ എങ്ങനെയായിരിക്കും? ബിനിൽ B of z എങ്ങനെ പറയാം? B0 e raised to I into kz minus omega t. ഇതിപ്പോ നമ്മൾ രണ്ടും എന്നെ എടുത്തത്. കൺസിഡർ if E and B has z component അല്ലേ? z component ഉണ്ടെങ്കിൽ അതെങ്ങനെയായിരിക്കും എന്നാണ് എഴുതിയത് അല്ലേ? ഇനി ഇവിടെ ഒമേഗ എന്നാന്ന് നമ്മൾ പറഞ്ഞ് ഈ എഴുതിയ ഒമേഗ എന്നാന്നാണ് നമ്മൾ തൊട്ട് മുമ്പിൽ പറഞ്ഞത്? ഫ്രീക്വൻസി. ഒമേഗ എന്ന് പറയുന്നത് ഫ്രീക്വൻസി ആണ് നമ്മൾ പറഞ്ഞത്.
അപ്പൊ ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ എന്നാണ് 2π ന്യൂ അല്ലേ? 2π ന്യൂ അല്ലെങ്കിൽ ഒമേഗ ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു കെ ഓർ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആകുമ്പോൾ സി ഇൻറ്റു കെ. അങ്ങനെ കേട്ടിട്ടുണ്ട് നിങ്ങൾ? ഒമേഗ ഈക്വൽ ടു വി ഇൻറ്റു കെ അല്ലെങ്കിൽ ഒമേഗ ഈക്വൽ ടു സി ഇൻറ്റു കെ. ആ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടോ? So the frequency omega equal to 2π nu, that is equal to c into k. ഇനി അവിടെ B0യും E0യും എന്നാ? B0 and E0 are the amplitude of magnitude, amplitude of magnetic field and electric field. Okay. അപ്പോൾ നമ്മൾ ഇയും ബിയും എഴുതി. ഇനി കൺസിഡർ ഫസ്റ്റ് മാക്സ്വെൽസ് ഇക്വേഷൻ. ഈ ഇക്വേഷനിലോട്ട് ഫസ്റ്റ് മാക്സ്വെൽസ് ഇക്വേഷൻ ആദ്യത്തിലേക്ക് അപ്ലൈ ചെയ്യാൻ പോവാം. കീർത്തി, ഫസ്റ്റ് മാക്സ്വെൽസ് ഇക്വേഷൻ എന്നാ? Del dot E is equal to rho by epsilon 0. അല്ലെങ്കിൽ ഇൻ ദ കേസ് ഓഫ് വാക്വം ഡെൽ ഡോട്ട് ഇ ഈസ് ഈക്വൽ ടു 0. ശരിയല്ലേ? ഡെൽ ഡോട്ട് ഇ ഈക്വൽ ടു റോ ബൈ എപ്സിലോൺ 0 എന്ന് പറയുമ്പോൾ അതൊരു കണ്ടക്റ്റീവ് മീഡിയ ആയിരിക്കണം. ഇവിടെ നമ്മൾ കണ്ടക്റ്റീവ് മീഡിയ എന്നൊന്നും പറഞ്ഞില്ല. സോ ഡെൽ ഡോട്ട് ഇ ഈക്വൽ ടു 0. ശരിയാണോ? അപ്പൊ ഡെൽ ഡോട്ട് ഇ എന്ന് പറയുന്നത് നിങ്ങൾ ചെയ്യാൻ പഠിച്ചത് നല്ല എളുപ്പമാണ് അത്യാവശ്യം. ഡെൽ ഡോട്ട് ഓഫ് ഇ, യുടെ വാല്യൂ എത്രയാ അശ്വതി? value E0 e raised to i into kz minus omega t. ഇവിടെ മനസ്സിലായില്ലേ? ആ. ഡെല്ലിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇനി ഡെൽ എന്ന് പറയുന്നത് എന്നാ? ഐ ഇൻറ്റു ഡോ ബൈ ഡോ എക്സ്. ഓരോ കമ്പോണന്റ് ആക്കി എഴുതാലോ. ഡോ ബൈ ഡോ എക്സ് ഓഫ് E0 e raised to i into kz minus omega t plus dou by dou y of E0 e raised to i into kz minus omega t plus dou by dou z of E0 e raised to i into kz minus omega t. ശരിയല്ലേ? ഡെല്ലിനെ കമ്പോണന്റ് ആക്കി എഴുതി. റിപ്ലൈ ചെയ്തോണ്ടിരുന്ന ആരാ? അശ്വതി. പറഞ്ഞേ, ശരിയല്ലേ? ഇക്വേഷൻ മനസ്സിലായി കഴിയൊന്നുമില്ലല്ലോ? മനസ്സിലായി സാർ. ഇനി ഇവിടെ നോക്കൂ, ഇത് ഡെറിവേഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സ് അല്ലേ? ഇവിടെ ഏതാ? അശ്വതി, താങ്കൾ തന്നെ. അപ്പൊ ഈ ടേം എത്രയാകും? ഡെറിവേറ്റീവ് ഓഫ് വിത്ത് റെസ്പെക്ട് ടു ഇത് 0 ആയിപ്പോ. വിത്ത് റെസ്പെക്ട് ടു ഇസഡ് അല്ലല്ലോ. ഇതും എന്നാ പറ്റും? 0 ആയി. ഇതേ മിച്ചമുള്ളൂ അല്ലേ? അങ്ങനെ നിങ്ങൾ ഇത് ചെയ്യുവാണെങ്കിൽ ഞാൻ അങ്ങനെ പറഞ്ഞു മനസ്സിലാക്കി തരാം. അതാണ് ഇത് പഠിക്കാൻ ഏറ്റവും നല്ല മാർഗമുള്ളൂ. അല്ലെ എല്ലാ SIയും എല്ലാ ഇക്വേഷനും ഇരുന്ന് ബൈഹാർട്ട് ചെയ്യേണ്ടി വരും. ദാറ്റ് ഇസ് ഈക്വൽ ടു ഡെൽ ഡോട്ട് ഇ ഈസ് ഈക്വൽ ടു എങ്ങനെ കിട്ടി? ഡോ ബൈ ഡോ ഇസഡ് ഓഫ് E0 e raised to i into kz minus omega t. അതിനെ ചെയ്താൽ എത്ര കിട്ടൂടോ? Z വെച്ച് ചെയ്യുമ്പോൾ E0 e raised to i into kz minus omega t into k കിട്ടും അല്ലേ? ഇനി ഈ ഡെൽ ഡോട്ട് ടി എത്രയാണെന്ന് നമ്മൾ പറഞ്ഞേ? ഈ വാല്യൂ 0. അപ്പൊ E0 e raised to i into kz minus omega t 0 ആന്ന് പറഞ്ഞു. അതിന്റെ അർത്ഥം എന്നാണ്? E0 0 ആണ് അല്ലേ? അതെന്നാ വെച്ചാല് K 0 ആവില്ല. K എന്ന് പറഞ്ഞാൽ എന്നാ? പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ് അല്ലേ? അപ്പൊ വേവ് അങ്ങോട്ട് മൂവ് ചെയ്യുന്നുണ്ട്. സോ K ഒരിക്കലും 0 ആവില്ല. പിന്നെ ഏതേ 0 ആകാൻ പറ്റുള്ളൂ ഈ ടൈം? ഇവിടം 0 ആവണമെങ്കിൽ E0 മാത്രമേ 0 ആകാൻ പറ്റുള്ളൂ.
എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാണ്? ദ ഇലക്ട്രിക് ഫീൽഡ് ഓർ ആംപ്ലിറ്റ്യൂഡ് ഓർ ഇലക്ട്രിക് ഫീൽഡ് ഇൻ ഇസഡ് ഡയറക്ഷൻ ഇസ് ഈക്വൽ ടു 0. ശരിയല്ലേ? ഇതല്ലേ നമ്മളും പറഞ്ഞത്. ഇസഡ് ഡയറക്ഷനിൽ പോവുകയാണെങ്കിൽ ഇസഡ് ഡയറക്ഷനിൽ ഇലക്ട്രിക് ഫീൽഡിന്റെ കമ്പോണന്റ് ഉണ്ടോ? അശ്വതി, ഇലക്ട്രിക് Sir. ഫീൽഡിന്റെ കമ്പോണന്റ് ഇസഡ് ഡയറക്ഷനിൽ ഉണ്ടോ? ഇല്ല. ഇല്ല. ഉണ്ട്. അതിവിടെ അല്ല ഇല്ല ഇല്ല. അല്ല, ഇസഡ് ഡയറക്ഷനാണ് പ്രൊപ്പഗേഷൻ എങ്കിൽ ആ അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഇലക്ട്രിക് ഫീൽഡ് മാഗ്നറ്റിക് ഫീൽഡ്. ആ അതല്ലേ ഈ തെളിയിച്ചു വന്നത്. E0 × ആ. e⁻k ഇത് 0 എന്ന് കൊടുത്തു. കെ ഒരിക്കലും 0 ആവില്ല. ഇവിടെ ഒരു കെയും കൂടി എഴുതാണ്ടല്ലേ? ഇവിടെ ഒരു കെയും കൂടി ഉണ്ട്. ആ. കെ ഒരിക്കലും 0 ആവില്ല. അപ്പൊ ഇത് 0 ആവൂല, ഇത് 0 ആവൂല. പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ്. പിന്നെ ഏതേ 0 ആവുള്ളൂ? E0. E0 0 ആവും. E0 0 ആവുമെന്ന് പറഞ്ഞാൽ എന്നാ? ദ Amplitude ആംപ്ലിറ്റ്യൂഡ് ഓഫ് 0. ദ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദ ഇസഡ് ഡയറക്ഷൻ ഈസ് ഈക്വൽ ടു 0. 0. ക്ലിയർ ആയില്ലേ? സംശയമൊന്നുമില്ലല്ലോ? ഇല്ല. ഒരു പാർട്ട് കഴിഞ്ഞു. ഇച്ചിരി വെള്ളം കേട്ടോ, എനിക്ക് ഫസ്റ്റ് അവർ ക്ലാസ് ഉണ്ടായിരുന്നു. ലിജിന ജോയി, മനസ്സിലായോ? മനസ്സിലായി സർ. ഒരു സ്ക്രീൻഷോട്ട് ചോദിച്ചോട്ടെ? ചോദിച്ചോ. ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഇസഡ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുമ്പോൾ ഇലക്ട്രിക് ഫീൽഡിനോ മാഗ്നറ്റിക് ഫീൽഡിനോ ഇസഡ് ഡയറക്ഷനിൽ കമ്പോണന്റ് കാണത്തില്ലെന്നാണ് നമ്മളിപ്പോ പ്രൂവ് ചെയ്തത്. ഇലക്ട്രിക് ഫീൽഡ് കമ്പോണന്റ് അങ്ങോട്ടില്ല എന്ന് പ്രൂവ് ചെയ്തു. മാഗ്നറ്റിക് ഇല്ല എന്ന് പ്രൂവ് ചെയ്യാൻ പോവാ. ശരി സർ. ചോദിച്ചോ. ഡൗട്ട് ക്ലിയർ ആയി. നമ്മൾ പക്ഷെ ആദ്യം ഇങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞ് എഴുതിയായിരുന്നു. ഒരു സാധനം ഉണ്ടെന്ന് അസ്യൂം ചെയ്താലേ ഇല്ലെന്ന് പറയാൻ പറ്റുള്ളൂ. നിങ്ങൾ ക്വാണ്ടത്തിൽ സൈ നമ്മളിപ്പം ഞാൻ ചുമ്മാ പറഞ്ഞോട്ടെ, വേണ്ട. ഇനി നമ്മള് സിമിലർലി സെക്കൻഡ് മാക്സ്വെൽസിന്റെ സെക്കൻഡ് ലോ ഏതായിരുന്നു? വേറെ ആൾ വന്നേ പറയാൻ. മാക്സ്വെൽ സെക്കൻഡ് ലോ. പറഞ്ഞു ബിനിൽ പറഞ്ഞു ഡെൽ ഡോട്ട് ബി ഈക്വൽ ടു 0. അപ്പൊ എങ്ങനെയാകും? ഡെൽ ഡോട്ട് ബി ഏതാ? B0 e⁻I × kz - ωt. ശരിയല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 0. മുമ്പത്തെ പോലെ തന്നെ എക്സ് കമ്പൗണ്ടും വൈ കമ്പൗണ്ടും ഇസഡ് കമ്പൗണ്ടും കൊടുത്താലോ എങ്ങനെയാകും? ഡോ ബൈ ഡോ എക്സ് ഓഫ് B0 e⁻I × kz - ωt പ്ലസ് ഡോ ബൈ ഡോ വൈ ഓഫ് B0 e⁻I × kz - ωt പ്ലസ് ഡോ ബൈ ഡോ z ഓഫ് B0 e⁻I × kz - ωt. ബിനിലെ ഇവിടെ ഏതൊക്കെ ടൈം 0 ആയി പോകും? It is x with respect to z. Here y with respect to z. Here it is z with respect to z. Then this two ഇതും 0 ആയി, ഇതും 0 ആയി. ഇത് ഡെറിവേറ്റീവ് ചെയ്തെടുക്കണം. ആ വാല്യൂ 0 ആയിട്ട് കിട്ടും. That means ഡോ ബൈ ഡോ z ഓഫ് B0 e⁻I × kz - ωt ഈക്വൽ ടു 0. ശരിയല്ലേ? അതല്ലേ അതിന്റെ അർത്ഥം? അപ്പൊ ഇതിന്റെ ഡെറിവേറ്റീവ് മുമ്പത്തെ പോലെ കണ്ടേ, കെ വരില്ലേ? കെ ഇൻറ്റു B0 e⁻I × kz - ωt. ഇനി നമ്മൾ എന്നാ പറഞ്ഞേ? ഈക്വൽ ടു 0. അവിടെ പറഞ്ഞ പോലെ തന്നെ പറഞ്ഞാൽ മതി. കെ പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ് ആണ്, 0 ആവൂല. ഈ ടൈം 0 ആവൂല. therefore B0 ഈക്വൽ ടു 0. ഇത് ZT എന്നൊക്കെ എഴുതിയുണ്ട്. വേണേ ഇതിന്റെ ചുവട്ടിൽ ഒരു Z ഒക്കെ ഇട്ട് എഴുതാം. അപ്പൊ B0 Z ഈക്വൽ ടു 0. അപ്പൊ Z കമ്പോണന്റ് ഓഫ് ബി ഓർ Z ആക്സിസിലൂടെ പോകുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ കമ്പോണന്റ് എത്രയാണ്? 0. തൊട്ട് മുമ്പ് നമ്മൾ എന്നാ എഴുതിയേ? E0 ഓഫ് Z 0 എന്ന് എഴുതി. ഇപ്പൊ എന്നാ എഴുതി? B0 ഓഫ് Z 0 എന്ന് എഴുതി. രണ്ടും കൂടെ ചേർത്ത് എങ്ങനെ എഴുതാം?
E0 Z equal to B0 Z ഞാൻ ആ കമ്പൗണ്ട് ഇവിടെ ചുമ്മാ ഒരു Z കൊടുത്താൽ മതി കേട്ടോ വേണമെങ്കിൽ. B0 Z equal to 0. That means the Z component of electric field and magnetic field are 0. അറിയാം. നമ്മളുടെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവിന്റെ തേർഡിലോ അല്ലെങ്കിൽ മാക്സ്വെൽസ് ഇക്വേഷന്റെ തേർഡിലോ ഫാരഡേസ് ലോ എന്നാണ്? കൺസിഡർ ദ ഫാരഡേസ് ലോ. ഫാരഡേസ് ലോ ശരത് തന്നെ പറഞ്ഞു. ഫാരഡേസ് ലോ ഡെൽ ക്രോസ് E ഈക്വൽ ടു Del cross E is equal to minus dou B by dou T. മൈനസ് ഡോ ബി ബൈ ഡോ ടി. ഇതെന്നാ പ്രശ്നം വെച്ചാൽ ഇതിന്റെ LHSഉം RHSഉം ചെയ്തു തന്നെ. ഡെൽ ക്രോസ് E എങ്ങനെ ചെയ്യും ശരത്തെ? ഈ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞാൽ പിന്നെ ആൻസറേ ഉള്ളൂ നമ്മുടെ ടെക്സ്റ്റിൽ. അപ്പൊ നമ്മൾ ഇത് എഴുതി വെച്ചാൽ അതിന്റെ ആൻസർ പഠിക്കാൻ പോകണം. അതിന് പകരമാണ് ഞാൻ ഇത് ചെയ്ത് എത്തിക്കാൻ ശ്രമിക്കുന്നത്. ഓക്കെ, ഇപ്പൊ മനസ്സിലായി ശരത്തിന്? I ഇൻറ്റു IJK ഡിറ്റർമിനന്റ് ഡെൽ എന്ന് പറയുന്നത് ഡോ ബൈ ഡോ എക്സ്, ഡോ ബൈ ഡോ വൈ, ഡോ ബൈ ഡോ ഇസെഡ്. ഇക്ക് എക്സ് കമ്പൗണ്ട് ആയിട്ട് വേണം നമുക്ക് E0 ഓഫ് എക്സ്, E0 ഓഫ് വൈ, E0 ഇസെഡ് എന്നാണ്? ഓരോ ഐഡിയകൾ കിട്ടുന്നുണ്ടോ? മുമ്പേ നമ്മൾ എന്നാ തെളിയിച്ചേ? E0 ഇസെഡ് എത്രയാന്നാ മുമ്പേ തെളിയിച്ചേ? 0. ഓക്കെ, that is equal to minus dou by dou t. Minus dou by dou t of ബിക്കും ഇസഡ് കമ്പൗണ്ട് ഉണ്ടെന്ന് നമ്മൾ തെളിയിച്ചോ? ഇല്ല അല്ലേ? അപ്പൊ ഏതൊക്കെ ഉണ്ടെന്ന് നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ? B0 x e raised to I into kz minus omega t. വേണമെങ്കിൽ അത് എക്സ് ഡയറക്ഷൻ ആയതുകൊണ്ട് ഒരു യൂണിറ്റ് വെക്ടർ എക്സ് കൊടുക്കാം. മൈനസ് ഡോ ബൈ ഡോ ടി ഓഫ് B0 y into e raised to I into kz minus omega t into unit vector y. I ഇൻറ്റു ചെയ്യുമ്പോൾ എങ്ങനെ വരും? ഇതിങ്ങനെ വന്നു, ഇങ്ങനെ വന്നു, ഇത് 0 മൈനസ് ഡോ E0 y ഡിവൈഡഡ് ബൈ ഡോ ഇസെഡ്. ശരിയല്ലേ? മൈനസ് ജെ ഇൻറ്റു ഇതും പോയി, ഇതും പോയി, ഇത് 0, ഇത് മൈനസ് ഡോ E0 എക്സ് ഡിവൈഡഡ് ബൈ ഡോ ഇസെഡ് പ്ലസ് കെ ഇൻറ്റു ഇത് പിന്നെ ഇത് രണ്ടെണ്ണം ഡോ ബൈ ഡോ എക്സ് ഓഫ് E0 y മൈനസ് ഡോ ബൈ ഡോ y ഓഫ് E0 of x ഈക്വൽ ടു ഇത് ചെയ്യുമ്പോൾ എന്നാ കിട്ടും? ഇൻ ടേംസ് ഓഫ് ടി മൈനസ് ഒമേഗ വരും അല്ലേ? ഓൾറെഡി ഒരു നെഗറ്റീവ് ഉണ്ട്. ഇപ്പൊ നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് പോസിറ്റീവ് ഒമേഗ B0 x ഇൻറ്റു ഇ റേസ് ടു I ഇൻറ്റു കെ ഇസെഡ് മൈനസ് ഒമേഗ ടി പ്ലസ് വന്നെങ്ങനെയാ? ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ഇവിടെ മൈനസ് വരും, പ്ലസ് B0 y ഇൻറ്റു ഒമേഗ വീണ്ടും പുറത്ത് വരും, ഒമേഗ ഇൻറ്റു ഇ റേസ് ടു I ഇൻറ്റു കെ ഇസെഡ് മൈനസ് ഒമേഗ. കിട്ടിയോ? മനസ്സിലായ സ്റ്റെപ്പ്? സാറേ അപ്പോഴത്തേക്ക് യൂണിറ്റ് വെക്ടർ ഇടണ്ടേ? എക്സ് ക്യാപ്പ് വൈ ക്യാപ്പ്? ഷുവർ, ഇട്ടോളൂ, നോ പ്രോബ്ലം. ഓക്കെ സർ. Then this is the Z component. Okay, ഇതിലെ ഫസ്റ്റ് ടേം, ഇതിന്റെ ഫസ്റ്റ് ടേം, കെയുടെ ഈ ഫസ്റ്റ് ടേം, ഇതിന്റെ ഫസ്റ്റ് ടേം എന്ന് പറയുമ്പോൾ ഇതിന്റെ ഫസ്റ്റ് ടേം ആയിട്ടും സെക്കൻഡ് ടേം ഇതിലെ സെക്കൻഡ് ടേം ആയിട്ട് ഇക്വേറ്റ് ചെയ്യും. നമ്മൾ ഇസഡ് കമ്പോണന്റിലാണ് പ്രൊപ്പഗേഷൻ.
കൺസിഡർ ചെയ്ത്. അതുകൊണ്ടാണ് കേട്ടോ, ദ പ്രൊപ്പഗേഷൻ ഈസ് ഇൻ ഇസഡ് ഡയറക്ഷൻ. സോ consider the component of k, z component. So k into E0 of y, the dou by dou x in the component, equal to omega into B0 of x. ശരിയല്ലേ? സിമിലർലി ഇവിടെ ഒരു നെഗറ്റീവ് ഉണ്ട്, മൈനസ് ഓഫ് E0 ഓഫ് എക്സ്, അവിടെ ഒരു കെ ഉണ്ട്, കെ ഇൻറ്റു E0 ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഒമേഗ ഇൻറ്റു B0 ഓഫ് വൈ. ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് എഴുതാൻ പറ്റും ബി ഇസ് ഈക്വൽ ടു, അല്ലെങ്കിൽ B0 ഈസ് ഈക്വൽ ടു കെ ബൈ ഒമേഗ ഇൻറ്റു E0. ശരിയല്ലേ? B0 ഈസ് ഈക്വൽ ടു കെ ബൈ ഒമേഗ ഇൻറ്റു E0. ഇനി ഒമേഗ ഈക്വൽ ടു വി ഇൻറ്റു കെ, ഒമേഗ ഈക്വൽ ടു സി ഇൻറ്റു കെ. അപ്പം ഒമേഗ ബൈ കെ എന്ന് പറഞ്ഞാൽ എത്രയാണ്? അല്ലെങ്കിൽ കെ ബൈ ഒമേഗ വേണ്ടേ? കെ ബൈ ഒമേഗ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/c ആയിരിക്കും. കെ ബൈ ഒമേഗ സി ആവും അല്ലേ? ഒമേഗ ഈസ് ഈക്വൽ ടു സി കെ. ഒമേഗ ഈസ് ഈക്വൽ ടു സി കെ, 1/c തന്നെ എഴുതാം. 1/c ഈക്വൽ ടു കെ ബൈ ഒമേഗ. അപ്പൊ നമുക്ക് ഈ കെ ബൈ ഒമേഗക്ക് എന്നാന്ന് കൊടുക്കാൻ പറ്റും? ദാറ്റ്സ് ഈസ് ഈക്വൽ ടു 1/c ഇൻറ്റു E0. സോ B0 ഈസ് ഈക്വൽ ടു 1/c ഇൻറ്റു E0. അതായത് ഒരു മോണോക്രോമാറ്റിക് പ്ലെയിൻ വേവ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡിന്റെ കമ്പോണന്റിനെ 1/c കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് തുല്യമായിരിക്കും. നമ്മൾ നേരത്തെ ഇയുടെ ഇക്വേഷൻ എഴുതിയില്ലേ? അപ്പൊ ഇനെ നമ്മൾ അങ്ങനെ തന്നെ എഴുതുവാണ്. ഇ ഈക്വൽ ടു E0 e raised to i into k dot r. ജനറലൈസ് ചെയ്യാനാ കേട്ടോ. k dot r മൈനസ് ഒമേഗ ടി പ്ലസ് ഫൈ. ഈ എസ് ഐയിൽ ഫൈക്ക് പകരം ഡെൽറ്റയാണ് കിടക്കുന്നത്, അത് വെറും ഫൈക്ക് പകരം ഓർത്തോണം. പിന്നെ അതെങ്ങനെയാ വന്നതെന്ന് ചിന്തിക്കരുത്. ആണെങ്കിൽ ബിയുടെ വാല്യൂ എങ്ങനെയായിരിക്കും? 1/c ഇൻറ്റു അഗെയിൻ ഇ തന്നെ E0, അല്ലെങ്കിൽ E0 e raised to i into k dot r മൈനസ് ഒമേഗ ടി പ്ലസ് ഡെൽറ്റ. ഇനി ഇവിടെ എന്ന് പറയുമ്പം ഒരു യൂണിറ്റ് വെക്ടർ n കൊടുത്താൽ, ഇവിടെ എന്ന് പറയുമ്പം ഇൻറ്റു പ്രൊപ്പഗേഷൻ വെക്ടർ ക്രോസ് ദാറ്റ് യൂണിറ്റ് വെക്ടർ. അതിനായിരിക്കും ഇത് അങ്ങനെ വരാൻ കാരണം എ ക്രോസ് ബി എന്ന് പറയുന്നതാണ് എ ബി സൈൻ തീറ്റ. ഇയും ബിയും പെർപെൻഡിക്കുലർ ആണെങ്കിൽ ക്രോസ് പ്രൊഡക്റ്റ് എടുക്കുമ്പോഴേ സൈൻ തീറ്റ 90 ആവുള്ളൂ. 90 ഡിഗ്രി സൈൻ 90 is equal to 1 ആവുള്ളൂ. So this is the final equation of this system. E is equal to, അല്ലെങ്കിൽ B equal to 1/c into E0. പിന്നെ ഈ ഏറ്റവും ആദ്യം എടുത്ത് എഴുതുക, ഏറ്റവും ആദ്യം എടുത്ത ബിയും കൊടുക്കുക. ബിക്ക് പകരം 1/c ഓഫ് ഇ കൊടുക്കുക. ഇവിടെ ഒരു യൂണിറ്റ് വെക്ടർ ഏത് ഡയറക്ഷനിലാണോ അത് എടുക്കാൻ വേണ്ടി, ഇവിടെ ഇപ്പം R എന്നുള്ളത് x എന്ന് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ x ക്യാപ്പ് എന്ന് കൊടുക്കുക. ഇവിടെ y എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ k ക്രോസ് y എന്ന് കൊടുക്കുക. പിന്നെ ഇവിടെ ക്രോസ് പ്രൊഡക്റ്റ് കാണാൻ കാരണം ഇവർ രണ്ടും തമ്മിൽ 90 ആംഗിൾ ഡിഫറൻസ് ആണ്, പെർപെൻഡിക്കുലർ ടു ബോത്ത്
Electric field and magnetic field are perpendicular to each other.